എൽ ജിൻ്റെ ഇൻവെർട്ടർ ഡ്രൈവ് വാഷിംഗ് മെഷീനിൽ ഇതേപോലെ ഡ്രമ്മ് കറങ്ങാത്ത കംപ്ലൈൻറ്റ് വന്നാൽ ഇത് ഫസ്റ്റ് ഓണാകുന്നതിന് ഡ്രമ്മ് ഒരു 3 വട്ടം കറങ്ങണം. പക്ഷെ അത് കറങ്ങില്ല. ജസ്റ്റ് ഒന്ന് അനങ്ങിയിട്ട് ഓഫായി പോവുക. എന്നിട്ട് എല്ലിന്ന് എററും വരികയാണ്. അതുപോലെ സ്പിന്നിലിട്ട് കൊടുത്താലും അതേ കംപ്ലൈൻറ്റിനെ കാണിക്കുന്നത്. സ്പിന്നിലിട്ടാൽ ഡ്രമ്മ് ഫുള്ളിങ്ങനെ കറങ്ങാനുണ്ടാവില്ല. വാഷ് വർക്ക് ചെയ്യും, സ്പിന്ന് ഡ്രമ്മ് കറങ്ങൂല. അതാ കംപ്ലൈൻറ്റ്. ഉണക്കൽ വർക്ക് ചെയ്യുന്നില്ല, ഫുൾ ഫങ്ഷൻ വർക്ക് ചെയ്യില്ല. അതേപോലെ വെള്ളം ഒഴിവാകില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ഡ്രൈവ് മോട്ടർ ഒന്ന് വലിച്ചിട്ട് വീണ്ടും റിലീസായി പോവുക. ഡ്രൈവ് മോട്ടർ കംപ്ലൈൻറ്റ് കൊണ്ട് വരും. അതേപോലെ അതിലൊരു അഡ്ജസ്റ്റ് ഉണ്ടായി, അതിൽ ഗിയർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും, ക്ലച്ച്. അതൊന്ന് ട്യൂണിങ് ചെയ്യാണ്ട് അതൊന്ന് ലെവലാക്കി കൊടുത്താൽ ഈ കംപ്ലൈൻറ്റ് ക്ലിയർ ആവും. തെളിയിലൊന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ റിലീസായി പോകും. ബാലൻസ് റെഡി ആകാത്തതുകൊണ്ടാണ് കാണിക്കുന്നത്. ഡ്രമ്മ് വർക്ക് ചെയ്യില്ല എന്ന് ഇതിൻ്റെ സെൻസർ കിട്ടിയിട്ട് ഇതൊന്ന് തിരിച്ച് ടൈറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ടത് ഒന്ന് സ്പിന്നിലിട്ടൊന്ന് ഓടിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും ഡ്രമ്മ് കറങ്ങുന്നുണ്ടോയെന്ന്. അത് പ്ലേയിങ് കൂടിയിട്ടാണ്. കുറച്ച് പഴക്കമായപ്പോൾ അതിൻ്റെ സ്പീക്കർ വരും, ഇത് തേഞ്ഞ് പോയതിൻ്റെ ഉള്ളിൽ.